ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യ മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിയമപരമായ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാതൃകായോഗ്യമായ പ്രവർത്തനം കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക ആദർശ പ്രസ്ഥാനം എന്ന നിലയിൽ ചുറ്റുപാടുകളോടും അതുപോലെ തന്നെ അതത് കാലഘട്ടത്തിലെ സംഭവവികാസങ്ങളോടും വളരെ കൃത്യമായി ഖുർആനിൻ്റെയും തിരുച്ചര്യയുടെയും അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സമകാലിക ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ ആശയ പ്രചരണ രംഗത്ത് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ ആശയത്തിൻ്റെ പ്രചരണത്തോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ വംശീയതയെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശത്രു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനവിഭാഗമല്ല, ഈ രാജ്യത്ത് ജനവിരുദ്ധമായ ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ ജനതയുടെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധവും ജനവിരുദ്ധവുമായ ആശയം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ അഭിപ്രായാന്തരമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ രാജ്യത്ത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വംശീയതയാണ്. വംശീയത എന്ന് പറയുന്നത് വംശവിശുദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു ഏകശിലാ സമൂഹത്തിൻ്റെ രൂപീകരണം ആഗ്രഹിക്കുന്ന ഒരു ദർശനമാണ്. അത് രാജ്യത്ത് ഇന്ന് ഭരണഘടനാ രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിയോഗികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മനുഷ്യരാണ്. അതിൽ മുസ്ലിം സമൂഹം 1-ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളായി സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ജനവിഭാഗത്തോടുള്ള വംശീയമായ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനവിഭാഗത്തിൻ്റെ വംശീയമായ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അതാണ് നാം NRCയിലൂടെ ഇന്ത്യ രാജ്യം കണ്ടത്. അതുപോലെ തന്നെ UCC യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലും ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിറ്റിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ഭരണകൂട നീക്കത്തിൻ്റെ ഭാഗമാണ്. നാം ജീവിച്ചു പോന്ന നാൾ വഴികളെ മായ്ച്ചു കളയുക, നാം ഈ രാജ്യത്ത് നിർവഹിച്ച സംഭാവനകളെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് വംശീയ ഭരണകൂടം ഈ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അതിൻ്റെ ഭാഗമാണ്. ചരിത്രത്തെ വെട്ടിമാറ്റിക്കൊണ്ട് അവർക്ക് അനുഗുണമായ ഒരു ചരിത്രത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുസ്ലിം സമൂഹം ജീവിച്ചു പോകുന്ന നാൾവഴികളുടെ ഒരുപാട് അടയാളക്കുറികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലനാമങ്ങൾ വരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട രീതികളാണ്. മാത്രമല്ല ബാബരി മസ്ജിദിന് ശേഷം നമ്മളൊക്കെ ആഗ്രഹിച്ചത് എന്താണ്? ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു ജനതയോടുള്ള അനീതിയാണ്. ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഒരു ജനതയോടുള്ള നീതി, മതേതരത്വത്തോടുള്ള നീതി. പക്ഷേ അന്ന് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന പരാമർശം ബാബരി മസ്ജിദ് ഈ ചരിത്രത്തിലെ അവസാനത്തേതാണ്, അല്ലെങ്കിൽ ഈ നാൾ വഴിയിലെ അവസാനത്തെ കയ്യേറ്റമാണ്. 1991 നിയമം അനുസരിച്ചുകൊണ്ട് രാജ്യത്ത് ഇനി ഒരാരാധനാലയവും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുകൾ വരെ 1947 സ്റ്റാറ്റസ് കോ അനുസരിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന നിയമ സംവിധാനമാണ്, നിയമസുരക്ഷയാണ് 1991 ആരാധനാലയ നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിനുശേഷം മഹ്റോളി മസ്ജിദ് എന്ന് പറയുന്ന വഖഫ് സ്വത്ത് മദ്രസയും മസ്ജിദും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെട്ടതിന് ഇന്ത്യ സാക്ഷിയാണ്. അതുപോലെ തന്നെ 14,000-ഓളം ആളുകൾ ജുമുഅ നമസ്കരിക്കുന്ന, നിരവധി ആളുകൾ ജമാഅത്ത് നമസ്കരിക്കുന്ന ഏതാണ്ട് 800 വർഷത്തോളം പഴക്കമുള്ള ഗ്യാൻവാപ്പി മസ്ജിദ് പൂജയ്ക്ക് അനുമതി കൊടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നീതിപീഠത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ്.
അത് കഴിഞ്ഞ് സമ്പൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട്, ഇതും 1526 നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ്. അതുമായി ബന്ധപ്പെട്ടും സർവേക്ക് അനുവാദം കൊടുക്കുകയും രണ്ടാമതും സർവേക്ക് വന്നപ്പോൾ ആ ജനത അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള മസ്ജിദിന് നേരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു ജനവിഭാഗം കടന്നു വന്നപ്പോൾ ജനാധിപത്യപരമായി അതിനോട് പ്രതിരോധിച്ചതിൻ്റെ പേരിൽ 6-7 ആളുകൾ രക്തസാക്ഷികളാകും വിധം വെടിവെച്ച് വീഴ്ത്തപ്പെട്ടത് നമ്മുടെ രാജ്യത്താണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള രാജ്യത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന, രാജ്യത്തിൻ്റെ സാഹോദര്യവും സൗഹൃദവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുക ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വംശീയത കരുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന മുഖം തിരിച്ചു വെക്കുക, ഈ രാജ്യത്തിൻ്റെ സാഹോദര്യം നിലനിർത്തുവാനും സൗഹൃദം നിലനിർത്തുവാനും സഹവർത്തിത്വം നിലനിർത്തുവാനും അത് തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വംശീയതയെ ചെറുക്കുവാനുമാണ് എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. ഇവിടെ സ്വാഭാവികമായും CPIM-ഉമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഇവിടെ നമ്മുടെയൊക്കെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യ പ്രതിയോഗിയല്ല CPIM എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുകയും അതുപോലെ തന്നെ അതിജീവിക്കുകയും ചെയ്യുന്നിടത്ത് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള കൂട്ടായ യത്നം ഈ രാജ്യത്ത് നടക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതിൽ CPIM-ന് അവരുടെ ധർമ്മം നിർവഹിക്കാനുണ്ട്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുണ്ട്, അതിൽ മുസ്ലിം ലീഗിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുണ്ട്, അതിൽ ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അവരവരുടെ ധർമ്മം നിർവഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2024 പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ അലയൻസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ ഗ്രാസ് റൂട്ട് ലെവൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടിത ശേഷിയെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇൻവോൾവ് ചെയ്തത്, മുഴുകിയത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 2024 ഇലക്ഷനിൽ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് സഹായകമായ സ്വഭാവത്തിൽ ഇന്ത്യ അലയൻസിനെ പിന്തുണക്കുക എന്നുള്ളതാണ്. രാജ്യത്തുടനീളം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അങ്ങനെയാണ്. കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആ സ്വഭാവത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഗുണഭോക്താക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം, രാജ്യത്തെ എല്ലാ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ഗുണഭോക്താക്കളാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, അതിൻ്റെ ഗുണഭോക്താക്കളിൽ ഈ രാജ്യത്ത് BSP ഉണ്ട്, ഈ രാജ്യത്ത് SP ഉണ്ട്, ഈ രാജ്യത്ത് CPIM-ഉം അതിൻ്റെ ഗുണഭോക്താക്കളിലുണ്ട് എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട CPIM-ന്റെ ഭാഗത്ത് നിന്നുള്ള വിമർശനങ്ങൾ വരുന്നത് എന്ന് സ്വാഭാവികമായി നമ്മൾ ആലോചിക്കുന്നുണ്ടാകും. ഇവിടെ CPIM-ഉമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് തത്വാധിഷ്ഠിതമായ നിലപാടാണ് എന്ന് നിങ്ങൾക്കറിയാം. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കാലഘട്ടത്തിൽ CPIM-നോട് അനുകൂലമായ സമീപനം സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ മുതലാളിത്ത സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ പിന്തുണ നൽകി വന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ സമകാലിക രാഷ്ട്രീയം നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ താഴെ ഇറങ്ങേണ്ടതുണ്ട്, അതിനെ താഴെ ഇറക്കുന്നിടത്ത് സെക്യുലർ കക്ഷികൾക്ക് പിന്നിൽ അണിനിരക്കേണ്ടതുണ്ട്. അത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ നാളിതുവരെ ഇടതുപക്ഷത്തെ പലപ്പോഴായി പിന്തുണച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ 2019 ഈ രാജ്യത്ത് കേരളത്തിൽ UDF-നെ ഇന്ത്യയിൽ ഈ അർത്ഥത്തിലുള്ള സെക്യുലർ കക്ഷികളെ പിന്തുണച്ചത് എന്ന് നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ 2024 ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലുടനീളം പിന്തുണച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ UDF-നെയാണ് പിന്തുണച്ചത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് രാഷ്ട്രീയ കാരണങ്ങളുടെ ബലത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ UDF-ന്റെ ഭാഗമോ LDF-ന്റെ ഭാഗമോ അല്ല എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്.
ഇന്ന് ഒരുപാട് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ രാജ്യത്തിൽ നടക്കുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. നാളിതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ അവസ്ഥകളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് അത് രൂപപ്പെടുത്തിയെടുത്തുള്ളത്. അത് മനസ്സിലാക്കുവാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനും സാധ്യമാകേണ്ടതാണ്. കാരണം ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത് സംഘപരിവാറിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എങ്കിൽ, അവർ ലക്ഷ്യം വെക്കുന്നതാണ് എങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യമാകേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ 2019 അതുപോലെ തന്നെ 2024 അവർക്കേറ്റ പരാജയത്തെ തുടർന്ന് ഇടതുപക്ഷം കേരളീയ സമൂഹത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിനോടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സന്ദർഭാനുസൃതം വിയോജിച്ചു പോന്നിട്ടുള്ളത് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം. സംഘപരിവാർ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അത്തരം സംഘപരിവാർ വിരുദ്ധ സമീപനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഘട്ടത്തിൽ അതിനെ അതിൻ്റെതായ രാഷ്ട്രീയമായ ജനാധിപത്യ മര്യാദയോടുകൂടി മനസ്സിലാക്കുന്നതിന് പകരം അത് തങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പരാജയത്തെ മുൻനിർത്തിക്കൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അത് CPMന് ഗുണകരമായ രാഷ്ട്രീയ നീക്കമല്ല. അതുപോലെ തന്നെ പലരും സൂചിപ്പിക്കുന്നത് പോലെ അത് കേരളത്തിന് ഗുണകരമായ ഒരു രാഷ്ട്രീയ നിലപാടല്ല. അത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് യഥാർത്ഥത്തിൽ അപകടം വരുത്തുന്ന രാഷ്ട്രീയ നിലപാടാണ്. അഥവാ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ മൈനോറിറ്റിയുടെ വോട്ട് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാറിനെതിരെ ഈ രാജ്യത്ത് ഇന്ത്യ അലയൻസിൻ്റെ കൂടെ രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, പലപ്പോഴും സെക്കൻഡ് ഓപ്ഷനായിട്ട് CPM മാറിപ്പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കാണുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു ഭാഗത്ത് അപരവൽക്കരിച്ചുകൊണ്ട് മറുഭാഗത്ത് ഹൈന്ദവ വോട്ടും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടും രൂപപ്പെടുത്തിയെടുക്കാനുള്ള അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ രാജ്യത്ത് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ അപകടമാണ് എന്ന് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഭരിക്കുന്ന ഒരു കക്ഷിയാണ് യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്നത്. ഈ കേരളം എന്ന് പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത ഒരുപാട് ഗുണവിശേഷണങ്ങളുണ്ട്. ആ ഗുണവിശേഷണങ്ങളുടെ പാരമ്പര്യം കേരളത്തിലെ മതസാംസ്കാരിക സംഘടനകൾക്കും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള കേരളീയ സമൂഹം വളർത്തിയെടുത്ത സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് കേരളത്തിൽ പ്രബുദ്ധമായ കേരളീയ സമൂഹത്തിൽ നിന്ന് ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ അധികാര രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ ഒരു വഴിയാണ് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുന്ന അതേ നെറേറ്റീവുകൾ ഏറ്റെടുക്കുന്ന RSSനെ അപ്രസക്തമാക്കുന്ന അതുപോലെ തന്നെ BJPയെ കേരളീയ സമൂഹത്തിനകത്ത് എല്ലാ അർത്ഥത്തിലും അദൃശ്യമാക്കുന്ന അത്യന്തം അപകടകരമായ നിലപാട് പല വിഷയങ്ങളിലും ഇടതുപക്ഷം എടുക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പറയുക യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ അവസാനത്തെ അല്ലെങ്കിൽ കുഴിവെട്ടുന്നതിന് സമാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം ഏറ്റവും അവസാനം മുനമ്പം വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാത്തത് എന്ന് തുടങ്ങിയതാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം. എന്തുകൊണ്ടാണ് അതിലൊരു ബോൾഡായ സ്റ്റാൻഡ് ഗവൺമെൻറ് എടുക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റി എന്ന് പറയുന്നത്
സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ പല സംസ്ഥാനങ്ങളിലും മഹ്റോളി മസ്ജിദും ഗ്യാൻവാബി മസ്ജിദും സമ്പൽ ഷാഹി ജുമാ മസ്ജിദും ഒരു ഭാഗത്ത് എല്ലാ കയ്യേറ്റത്തിന് വിധേയമാകുന്നുണ്ട് എങ്കിൽ മറുഭാഗത്ത് മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം കയ്യേറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾക്കകത്ത് കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. അത്തരമൊരു സാഹചര്യമുള്ള ഘട്ടത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും മതേതര കക്ഷികളും മൈനോറിറ്റിയുമെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഇന്ത്യയാണ് സമകാലിക ഇന്ത്യ എന്ന് പറയുന്നത്. ഇതറിയാവുന്ന പ്രബുദ്ധതക്കുറവൊന്നും കേരളത്തിലെ CPIM ഇല്ലാതെ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്തും മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുമുള്ള ഈ ഭിന്നിപ്പിൻ്റെ ഈ ശൈഥില്യത്തെ മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ശൈഥില്യത്തിന് വളക്കൂറേകുന്ന മണ്ണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് CPIM ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഗുണകാംക്ഷയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആരുടെയും പാരമ്പര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ തനിമ നമ്മൾ എന്തിനാണ് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത് എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഒരു വിമർശനാതീതമായ സംഘടനയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു അവകാശവാദവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, PC ജോർജ് എന്ന് പറയുന്ന ഒരു മുൻ MLA ഈ കേരളത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എത്ര അപകടകരമായ സംസാരമാണ് അദ്ദേഹം നടത്തിയത്. വിഷം ചീറ്റുന്ന വർത്തമാനം അല്ലേ അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പാകിസ്ഥാനിലേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞില്ലേ. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരുപാട് തെറിയഭിഷേകം അദ്ദേഹം നടത്തില്ലേ. അങ്ങേയറ്റം ഒരുപക്ഷെ സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വംശീയ അധിക്ഷേപം അദ്ദേഹം നടത്തിയില്ലേ. നമുക്കറിയാമല്ലോ, ഞാൻ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോച്ചയുടെ കയ്യിൽ വിലങ്ങ് വെച്ച, അതുപോലെ തന്നെ അൻവറിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് PC ജോർജിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമീപനം ഉണ്ടാകാതെ പോയത്? അൻവർ ഉയർത്തിയ പ്രശ്നത്തെക്കാളും അതുപോലെ തന്നെ ബോബി ഉയർത്തിയ പ്രശ്നത്തെക്കാളും അപകടകരമായ കമ്മ്യൂണൽ പോളറൈസേഷന് വകവെക്കുന്ന ഒരു നീക്കമല്ലേ ഈ പറയുന്ന PC ജോർജിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്? എന്തേ ആഭ്യന്തര വകുപ്പിൻ്റെ കൈ പൊങ്ങാതിരുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു മുസ്ലിം നേതാവിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നുവെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ PC ജോർജിനെ കയറൂരി വിടുന്നത് എന്ന് ചോദിച്ചാൽ, കാസ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നാഴികക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നവരുടെ നാവിൻ തുമ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് സംഘപരിവാറും കാസയും കടന്നു വരാത്തത്? ഇവിടെയാണ് ഞാൻ പറയുന്നത്, പതിറ്റാണ്ടുകളുടെ മതേതര പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ CPIM ഭാഗത്ത് നിന്ന് കാസയും അതുപോലെ തന്നെ ഈ പറയപ്പെട്ടിരിക്കുന്ന സംഘപരിവാർ നെറേറ്റീവുകളും അതേപടി ഏറ്റെടുക്കുകയും അത്തരത്തിലുള്ള ശൈഥില്യത്തിന് മണ്ണൊരുക്കുകയും ചെയ്യുന്നത് അപകടകരമായ നീക്കമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംഘപരിവാർ എന്ന് ആ ശക്തമായ രീതിയിൽ ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത് വളർത്തി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേ നെറേറ്റീവുകൾ ഏറ്റെടുത്താൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ മുന്നനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ CPIM മുമ്പിലില്ലേ. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ് ശ്രീ സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത് 10-20 കൊല്ലങ്ങൾ കൊണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാകുമെന്ന്. ആരാണ് അത് ഏറ്റെടുത്തത്? അത് തൊട്ടടുത്ത ദിവസം ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനു മുമ്പ് ഈ രാജ്യത്തെ പൗരത്വ സമരത്തിനകത്ത് തീവ്രവാദികൾ കടന്നു കയറി എന്ന് പറഞ്ഞത്. തീവ്രവാദികൾ കടന്നു കയറി എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ തൊട്ടടുത്ത ദിവസം ഏറ്റെടുത്തതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മരുന്നിട്ട് കൊടുത്തില്ലേ പലതവണ. ആ അനുഭവം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിലില്ലേ. ഇതറിയാത്തവരല്ലല്ലോ ഇവരാവരും, ഞങ്ങളെക്കാൾ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരല്ലേ. അത്തരം മുന്നനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ജനവിഭാഗത്തെ ഇസ്ലാമോഫോബിയയുടെ തണലിൽ നിന്നുകൊണ്ട് അപരവൽക്കരിക്കുന്നതിന് അനിവാര്യമായ അനുഗുണമായ സ്വഭാവത്തിലുള്ള എത്ര സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അദ്ദേഹം കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അങ്ങ് ഡൽഹിയിൽ പോയിട്ട് ഹിൻഡോ ദിനപത്രത്തിന്, ദേശീയ പത്രത്തിന് എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തത്? ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതെന്താ? മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നല്ലേ, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നല്ലേ,
പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റിയതല്ല, പത്രത്തിന് തെറ്റിയാണ്. പത്രം പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയതാണ്. ആർക്കെതിരെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ നോട്ടീസ് കൊടുത്തോ? അത് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയ തലത്തിൽ സംഘപരിവാറാണ് ഭരിക്കുന്നത് എന്നും അവരാഗ്രഹിക്കുന്നത് ഒരു വംശീയ ഭരണകൂടമാണ് എന്നും അറിയാത്തവരാണോ കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ? അത് കഴിഞ്ഞോ മുഖ്യമന്ത്രിക്ക് അബദ്ധം പറ്റി എന്നതാണ് എങ്കിൽ അത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമുക്കറിയാം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വീണ്ടും പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇടതെന്നോ വലതെന്നോ എന്നുള്ളതല്ല, മറിച്ച് സംഘപരിവാർ പരാജയപ്പെടുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു പോവുകയുണ്ടായി. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ 70,000 വോട്ട് അവർക്ക് കിട്ടുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു പക്ഷേ സഖാക്കൾ വരെ വോട്ട് കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട്, അല്ലാതെ വോട്ട് കൂടാൻ സാധ്യതയില്ലല്ലോ. അതെന്റെ വിഷയമല്ല. അങ്ങനെ വിജയിച്ച ഈ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞതെന്താ? മുന്നിലും പിന്നിലും മുസ്ലിം വർഗീയവാദികൾ എന്നാണ്. മുസ്ലിം വർഗീയവാദികൾ എന്ന എന്തുകൊണ്ടാണ് ഒരു സഖാവിന്റെ നാവിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ കമ്മ്യൂണിറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം വർഗീയവാദികൾ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തോ? അത് അതിനേക്കാൾ ഭീകരമായ ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. തൊട്ടുടനെ തന്നെ ദേശീയ തലത്തിൽ ആ വാർത്ത വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സമാനമായ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറയെ കുറിച്ചാണ് രസകരമായ സ്വഭാവത്തിൽ CPIM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാവിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നത്. എന്താണ് അതിന്റെ പിന്നിലും? ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ കൗതുകം ഞാൻ പിന്നീട് പറയാം. പക്ഷേ അതല്ല പ്രശ്നം. തൊട്ടടുത്ത പത്രത്തിൽ, ദേശീയ പത്രത്തിൽ വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തൊട്ടടുത്ത ദിവസം ദേശീയ പത്രത്തിൽ വന്നത് കേരളത്തിൽ വ്യായാമ മുറകളെ മുൻനിർത്തിക്കൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, രാജ്യത്ത് സാഹോദര്യവും സഹവർത്തിത്വവും വെച്ചു പുലർത്താൻ ബാധ്യസ്ഥമായ ഒരു ഭരണകൂടം, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയെ ആ അർത്ഥത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് അപരവൽക്കരിക്കുന്നത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്നത്. ഇത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് ഞാൻ പറയുക, ഇത് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. തങ്ങളുടേതായ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗരാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് അപകടമാണ് എന്ന സിഗ്നലാണ് ഈ സന്ദർഭത്തിൽ പലരെയും പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് പലപ്പോഴായിട്ട് അവർ പറയാറുണ്ട്. ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമല്ല, കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതോ ഒരു ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സുപ്രഭാതം പത്രത്തിനകത്ത് CPIM-നോടൊരു വിയോജിപ്പ് വന്നു. ആ വിയോജിപ്പ് വന്നപ്പോൾ തൊട്ടടുത്ത ദിവസം P. ജയരാജന്റെ പ്രസ്താവന വന്നു, മനസ്സിൽ വർഗീയ ചിന്തയുള്ളവരാണ് സമസ്തക്കാരെന്ന്. സമസ്തക്കാരെ പറഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അല്ല ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് പറവൂരിൽ KM-ന്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ ആശയപ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ അവരുടെ ലഘുലേഖ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ ലഘുലേഖ വിതരണം ചെയ്യുന്ന സുഹൃത്തുക്കളെ കയ്യോടെ RSS-ന്റെ കിങ്കരന്മാർ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചത് RSS-നോടല്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ പറയുന്ന KNM-ന്റെ പ്രവർത്തകരോടാണ്. RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്നാണ് അന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചത്. മുസ്ലിം ലീഗിനെ കുറിച്ച് വർഗീയ സംഘടന എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ PB അംഗം പറഞ്ഞില്ലേ? ഏറ്റവും അവസാനം ബഹുമാന്യനായ വയോധികനായ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അത് ആർക്കാണ് മരുന്നിട്ട് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഥവാ മുസ്ലിം ലീഗ് രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ പറയുന്നത് പലപ്പോഴും CPIM-ന്റെ കൂടെ ഭരണം പങ്കിട്ട ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോഴും കിട്ടിയാൽ തിരക്കേടില്ല എന്ന സ്വഭാവത്തിൽ സാധ്യമാകുന്നത്ര പിറകിൽ നടന്ന് പരിശ്രമം നടത്തി നോക്കിയതാണ്. കിട്ടില്ല എന്ന് കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് കൊഞ്ഞനം കുത്തുന്നത് പോലെ മുസ്ലിം ലീഗ് നേരെയും കൊഞ്ഞനം കുത്തുകയുണ്ടായി. കൊടിയേരി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തുപോകുന്നുണ്ട്, പാണക്കാട് തങ്ങളെ കുറിച്ച് യോഗി ആദിത്യനാഥിനോട് ഉപമിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഒരു കമ്മ്യൂണിറ്റിയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ചിന്തിക്കണം. ഒരു വിഭാഗം വിയോജിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ പൈശാചികവൽക്കരിക്കാൻ കഴിയുന്നത്? ഇനി ആർക്കെങ്കിലും കുറവുണ്ടോ? ഏറ്റവും അവസാനം ശ്രീ P. ജയരാജൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആരും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന കാര്യം മുസ്ലിം ലീഗിനെ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ മുഖലേഖനം തുടങ്ങുന്നത്. KNM-നെയും KNM-ൽപ്പെട്ട പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അതിന്റെ ലേഖനം തുടരുന്നത്. PDP എന്ന് പറയുന്ന തങ്ങളുടെ കൂടെ നിൽക്കുന്ന
രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തീവ്രവാദത്തിൻ്റെ പ്രചോദനമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവണതകൾ ആ പ്രസ്ഥാനത്തിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിഞ്ഞു പോകുന്നത്. ഏറ്റവും അവസാനം കാന്തപുരം, ബഹുമാന്യനായ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ആ പുസ്തകത്തിൽ പരാമർശം വരുന്നുണ്ട്. ടൈഗർ സുന്നയും ജമിയത്തുൽ ഇഹ്സാനിയും ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. ഇനി ആരാണ് ബാക്കി എന്ന് CPIM ആണ് പറയേണ്ടത്. ഈ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് കയറിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിന്റെ മുദ്രയും ചാപ്പയും കുത്താനുള്ള അവകാശം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കിട്ടുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആർജവം NSSനകത്ത് കയറി കാണിക്കാൻ, ഈ ആർജവം SNDPക്ക് അകത്ത് കയറി കാണിക്കാൻ, ഈ ആർജവം BDGS എന്ന് പറയുന്ന സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന ബ്രിഡ്ജായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന BDHSന് കയറി പ്രവർത്തിക്കാൻ, ഈ ആർജവം കാസ എന്ന് പറയുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും എക്സ്ട്രീമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനത്തിനകത്ത് കയറി പ്രവർത്തിക്കാൻ എന്താ CPMന് സാധിക്കാത്തത്? ഞാൻ പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയും ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത്യന്തം എക്സ്ട്രീമായി ലൈന് സ്വീകരിക്കുന്ന പലരും ഇവിടെയുണ്ടല്ലോ. അവർക്ക് നേരെയൊന്നും വെച്ചു പുലർത്താത്ത ഒരു സമീപനം, മിതമായ ഭാഷയും ശൈലിയും സ്വീകരിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ട് അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വംശീയമായ ഉന്മൂലന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ആർപ്പ് വിളികൾക്ക് നേരെ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും ചാപ്പകുത്താൻ എന്തുകൊണ്ടാണ് CPM ധൈര്യം കാണിക്കുന്നത്? ഞാൻ പറയുന്നത് അത്യന്തം അപകടകരമായ ഈ നീക്കത്തോടാണ് ഞങ്ങൾക്ക് വിയോജിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, കേരളത്തിന്റെ സൗഹാർദ്ദത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അടിസ്ഥാനപരമായി വർഗബഹുജ സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഗസങ്കല്പം വെച്ചു പുലർത്തുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കാൻ ഒരു പക്ഷേ കാരണമായേക്കാവുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം ത്രിപുര എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം ബംഗാൾ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ടീം വളരെ സുന്ദരമായി ശുദ്ധവർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിച്ചവരുടെ ചരിത്രത്തിലെ പരിണിതി എന്ത് എന്ന് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറയുക, തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് തോർന്നു പോകുന്നതിന് അതേ സമീപനം സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ആർജവമുള്ള സെക്യുലർ നിലപാടിൽ ഒരുമിച്ച് നിൽക്കുകയായി അവർ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ, ഞാൻ അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയാണ് നാട്ടക്കുറിയാക്കുന്നത്. മാവോയിസ്റ്റുകൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ലീഗിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, തങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയെ വെച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് വിജയത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്, അൻവറിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്, മെക്സവിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. അതൊക്കെ ഏതാണ്ട് തമാശ പോലെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചിരിക്കാൻ പോലും കഴിയാത്ത തമാശ അടുത്ത ഘട്ടത്തിൽ കാസയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതകൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് പറഞ്ഞത് കാസയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാസയുടെ ഭാഷയും കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയും ഒന്നായി തീരുന്നത് എന്തുകൊണ്ട് എന്നെങ്കിലും ആലോചിക്കാനുള്ള വിവേകം ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ കാണിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അനുഭാവം കൊണ്ടാണ് പറയുന്നത്, നാടിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രബുദ്ധതയെ പരിഹസിക്കുക എന്ന് പറയുന്നത് അതിനൊരു അതിരുണ്ട്, അതിനൊരു പരിധിയുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായിട്ടാണ് ഇസ്ലാമോഫോബിയെ ചെറുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മാതൃകാപരമായി ഇന്ന് കേരളത്തിൽ കാണാവുന്നതാണ്. ഇപ്പോൾ മാത്രമല്ല, NRCക്കെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി അണിനിരന്നത്. സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി അണിനിരന്നത്. 2024 ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘപരിവാറിന്റെ പരാജയം ഉറപ്പുവരുത്താൻ ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി അണിനിരന്നത്. ഇസ്ലാമോഫോബിയക്കെതിരിലും മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഒറ്റപ്പെട്ട ചില ഇലയനക്കങ്ങളുണ്ട്, ഞാൻ മുക്കത്താണ് സംസാരിക്കുന്നത്, അതിനെ അവഗണിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വംശീയ ഉന്മൂലന ഭീഷണി നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ അതിജീവനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നതിന് പകരം ആ കമ്മ്യൂണിറ്റിയെ തിരിഞ്ഞുകുത്തുന്ന പാരമ്പര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്തത് കൊണ്ട് അതിൽ പക്വമായ സമീപനം സ്വീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഒരുപാട് തെറ്റിദ്ധാരണകൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് മൗദൂദിസ്റ്റ്, അതുപോലെ തന്നെ മതരാഷ്ട്രവാദികൾ എന്നുള്ള വാചകങ്ങളാണ്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കില്ലാത്ത നാമകരണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ചാർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബേസ് എന്താണ്? അത് ഖുർആനും സുന്നത്തുമാണ്. അത് വളരെ കൃത്യമായി അതിൻ്റെ തുടക്കം മുതലേ പറഞ്ഞതാണ്. ആര് പറഞ്ഞതാണ്? സയ്യിദ് മൗദൂദി റഹിമഹുല്ല പറഞ്ഞതാണ്. മൗദൂദി സാഹിബിനെ തള്ളിപ്പറഞ്ഞു എന്നാണ് വാർത്ത. മൗദൂദി സാഹിബ് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് മൗദൂദി മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം നടന്നത് എന്നെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ അദ്ദേഹം രൂപപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം വിഭജനാനന്തരം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമതല ഏറ്റെടുത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തിന് അമീർ മൗലാന അബുല്ലൈസ് ഇസ്ലാഹിൻ്റെ നദ്വി സാഹിബാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയ സംസാരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജമാഅത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ജമാഅത്തിനെ സംബന്ധിച്ച് തന്നെയുമോ അമിതമായ യാതൊരു വിശ്വാസവും ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല. ഞങ്ങളുടെ സംഘടന മാത്രമാണ് സത്യമെന്നോ അതിൽ പ്രവേശിക്കാത്തവരെല്ലാം ഇസ്ലാമിന് പുറത്താണെന്നോ ഞങ്ങൾ കരുതുന്നില്ല. ഈ വസ്തുത പലപ്പോഴും ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. ജമാഅത്തിൻ്റെ ഭരണഘടനത്തിൻ്റെയും ഈ വസ്തുത ഊന്നി പറയുന്നുണ്ട്. അതേപ്രകാരം മൗലാന മൗദൂദിയെ സംബന്ധിച്ചും പലവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോടോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളോടോ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന്. ഞങ്ങളുടെ സാക്ഷാൽ ബന്ധം ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ള അടിസ്ഥാന പ്രബോധനത്തോടാണ്. അതാകട്ടെ മൗലാന മൗദൂദി സ്വയം കണ്ടുപിടിച്ചതൊന്നുമല്ല, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധനമാണത്. ഞങ്ങളത് അംഗീകരിച്ചത് മൗലാന മൗദൂദി ഉന്നയിച്ചുവെന്ന നിലക്കല്ല, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധനമാണതെന്ന് ഞങ്ങളുടെ അറിവും ബുദ്ധിയും സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ്. അത് സത്യമാണെന്ന വസ്തുത നിഷേധിക്കുന്ന ഒറ്റ വ്യക്തിയെപ്പോലും ഇന്നോളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലതാനും എന്ന് പറഞ്ഞുകൊണ്ട് തുടരുന്നുണ്ട്. അഥവാ മൗദൂദി സാഹിബ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അതുപോലെ തന്നെ മൗലാന അബുല്ലൈസ് ഇസ്ലാഹി നദ്വി സാഹിബ് പറഞ്ഞു ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ് എന്ന്. ഏറ്റവും അവസാനത്തെ തലമുറയിലുള്ള ഞാനോ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ് എന്ന്. ഉടൻ തന്നെ വാർത്ത വരുന്നു, അമീർ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന്. മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി ആദരിക്കുന്നു. മൗദൂദിയുടെ കാഴ്ചപ്പാടുകൾ പലതിനെയും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്ൽ എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദി റഹിമഹുല്ല അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും തിരുചര്യയുമാണ് എന്ന് ലോകത്താദ്യം പഠിപ്പിച്ചത് സയ്യിദ് മൗദൂദി റഹിമഹുല്ല തന്നെയാണ് എന്ന വിദ്യാഭ്യാസം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അവിഭക്ത ഇന്ത്യൻ വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യ രാജ്യത്ത് ഇമാറത്തിൽ വന്ന മൗലാന അബുല്ലൈസ് ഇസ്ലാഹി നദ്വി സാഹിബാണ് രണ്ടാമത് ലോകത്തോടത് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതറിയാത്തത് കൊണ്ടല്ല, ഇതറിഞ്ഞതിന് ശേഷവും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ ഈ രാജ്യത്ത് കെട്ടയിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മതരാഷ്ട്രവാദം നിങ്ങൾ തള്ളിക്കറഞ്ഞു എന്നാണ് ചോദിക്കാനുള്ളത്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ മതരാഷ്ട്രവാദത്തെ പിന്തുണച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രസങ്കല്പമുണ്ട്. ഒന്ന് ഡിക്റ്റേറ്റർഷിപ്പാണ്, മറ്റൊന്ന് റാഷണലിസ്റ്റ് കാഴ്ചപ്പാടാണ്, മറ്റൊന്ന് തിയോക്രാറ്റിക് കാഴ്ചപ്പാടാണ്. ഒന്നാമത്തെ തിയോക്രാറ്റിക് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതരാഷ്ട്രമാണ്. ആ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മധ്യകാല നൂറ്റാണ്ടിൽ ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന ഏകശിലാത്മകമായ ഒരു സാമൂഹ്യ ക്രമമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിനോട് ശക്തമായി വിയോജിക്കുന്നു. സയ്യിദ് മൗദൂദി റഹിമഹുല്ല ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റിനോട് ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിത്വം കൂടിയാണ്. രണ്ടാമത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വംശീയമായ രാഷ്ട്രമാണ്. അതിൻ്റെ അജണ്ട എന്ത് എന്ന് വിചാരധാര പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ പുറത്താണ്, ക്രൈസ്തവർ പുറത്താണ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളും പുറത്താണ്, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് വിയോജിക്കുന്നവരെല്ലാം പുറത്താണ്. അതാണ് യഥാർത്ഥത്തിൽ വംശീയ രാഷ്ട്രം എന്ന് പറയുന്നത്. അതാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത്. അതും ഏകശീലാത്മകമായ രാഷ്ട്രീയ ക്രമമാണ്. മൂന്നാമത്തെ രാഷ്ട്രസങ്കല്പം കമ്മ്യൂണിസ്റ്റുകളുടേതാണ്. ഞാൻ പറയുക, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചിട്ട് യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ വിശദീകരിക്കട്ടെ. അത് ഡിക്റ്റേറ്റർഷിപ്പാണ്. അഥവാ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറഞ്ഞിട്ട് സമഗ്രാധിപത്യ തൊഴിലാളി വർഗ സമഗ്രാധിപത്യ രാഷ്ട്രമാണ്. അതും ഏകശീലാത്മകമായ ഒരു സാമൂഹ്യ ക്രമമാണ്. ഞാൻ
പറയുന്നത് ഞങ്ങൾ ഡിക്റ്റേറ്റർഷിപ്പിനോടെതിരാണ്, ഞങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റിനോടെതിരാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്ത് വംശീയ രാഷ്ട്രത്തിനും എതിരാണ്. ഇത് മൂന്നും ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ ക്രമമാണ്. ഇത് മൂന്നും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ ക്രമമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ ക്രമം നീതി പുലരുന്ന സാമൂഹ്യ ക്രമമാണ്, നിർഭയത്വം പുലരുന്ന നാടാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരുപാട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നാൾവഴികളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറു റാകിബു മിൻ സനാ ഇലാ ഹദറമൗത. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് സന്ന മുതൽ ഹദറമൗത്ത് വരെ നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള് പുലരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള്, ഒരു ചെന്നായെ, ഒരാട്ടിൻ കുഞ്ഞിന് ചെന്നായെ മാത്രം ഭയപ്പെടേണ്ടി വരുന്ന, മറ്റാരെയും ഭയപ്പെടാതെ നടന്നു പോകാൻ കഴിഞ്ഞ നിർഭയത്വം പുലരുന്ന നാട്. വിശുദ്ധ വേദഗ്രന്ഥം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. വൈദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന. വിശുദ്ധ ഖുർആൻ വിശുദ്ധ കേകത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. പടച്ച റബ്ബേ, ഒരു നിർഭയത്വത്തിന്റെ ഗ്രാമം, ബലദൻ ആമിന, നിർഭയത്വം പുലരുന്ന നാട്. ഞാൻ പറയുന്നത് ബഹുസ്വരതയെ അംഗീകരിക്കുന്ന, വൈവിധ്യത്തെ അക്കമഡേറ്റ് ചെയ്യുന്ന, നീതി പുലരുന്ന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹ്യ ക്രമത്തെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ ഡിക്റ്റേറ്റർഷിപ്പ് വെച്ചു പുലർത്തുന്ന ഒരു ജനവിഭാഗം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നീട് തീവ്രവാദത്തിൻ്റെ ചാപ്പയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ അവർ വെച്ച് നീട്ടുന്നത്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് തീവ്രവാദം? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു, 7.5 പതിറ്റാണ്ട് കാലമായി ജമാഅത്തെ ഇസ്ലാമി ഒളിയണ്ട് അജണ്ട വെച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. 7.5 പതിറ്റാണ്ട് എങ്ങനെയാണ് തലമുറകൾക്ക് ഈ ഒളി അജണ്ട ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതില്ലേ? ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ അല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ഉള്ളിരിപ്പല്ലേ പലപ്പോഴും കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. നാറ്റക്കേസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തീവ്രവാദിയെ നിങ്ങൾ കാണിച്ചു തരണം. മൗദൂദി സാഹിബിന്റെ സാഹിത്യം വായിച്ച് വളർന്നു വരുന്ന ഒരു തീവ്രവാദിയെ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയിലൂടെ വളർന്നു വന്ന ഒരു തീവ്രവാദിയെ നിങ്ങൾ കാണിച്ചു തരണം. അവിടെയും ഭരണം ഏതാണ്ട് നിങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ സ്വന്തം കയ്യിലാണ് ഭരണ സംവിധാനം നിലകൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരണം. ഒരു ടെററിസ്റ്റിനെ നിങ്ങൾ കാണിച്ചു തരണം. എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്തത്? ഞങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ഇസ്ലാം അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് നിങ്ങൾ ആകെ അരിച്ചു പൊറുക്കിയാൽ പോലും ഒരു തീവ്രവാദിയെ, ഒരു എക്സ്ട്രീമിസ്റ്റിനെ നിങ്ങൾ കണ്ടെത്താൻ സാധ്യമല്ല. ഒരു ടെററിസ്റ്റിനെ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. കാരണം ഇസ്ലാം അത്തരം എക്സ്ട്രീമിസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, കമ്മ്യൂണലിസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ടെററിസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മനുഷ്യ മഹത്വം ഉദ്ഘോഷിക്കുന്ന ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖത്തല അന്നാസ ജമിഅ. ഒരു വ്യക്തിയെ വധിക്കുന്നത് ഒരു ജനതയെ വധിക്കുന്നതിന് സമാനമാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് ഇസ്ലാമിക സമൂഹം. മനുഷ്യന് ആദമിന്റെ മക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബ്യദിൻ അലാ അസ്വദ. കറുത്തവന് വെളുത്തവനേക്കാളും അറബിക്ക് അനറബിയേക്കാളും വ്യത്യാസമില്ല. ഈ രാജ്യത്ത് ആദിവാസിയും ദളിതനും എല്ലാം ആദമിന്റെ മക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന വിശ്വമാനവികതയെ കുറിച്ച് ഉദ്ഘോഷിക്കുന്ന ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഐഡിയോളജിസ്റ്റിന്, ഒരു ഇസ്ലാമിസ്റ്റിന് ഒരിക്കലും ഒരു തീവ്രവാദിയാകാൻ കഴിയുകയില്ല. എന്നിട്ട് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 7 പതിറ്റാണ്ടിനിടയ്ക്ക് ചൂണ്ടിക്കാണിക്കൂ എന്ന്. ആരാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ജയിലിന്റെ കവാടത്തിനകത്ത് ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോട് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണല്ലോ രൂപേഷിന്റെയും അതുപോലെ തന്നെ ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വധക്കേസുമായി ബന്ധപ്പെട്ട ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പ്രതികൾക്ക് ജയിലിന്റെ കവാടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജയിലുകൾക്കകത്തു നിങ്ങൾക്ക് കാണാം ഒരു ലോക്കൽ കമ്മിറ്റി രൂപപ്പെടുത്താൻ മാത്രമുള്ള കൊലക്കുറ്റത്തിലുള്ള പ്രതികളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ രീതിയിൽ പടിചാരുന്നത്. ഞാൻ പറയുന്നു, ഇതാർക്കും
ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ ഒരാദർശത്തിൻ്റെ കണിശമായ നിർദ്ദേശത്തിനകത്ത് നിന്നുകൊണ്ട് പടി കേൾക്കേണ്ടി വരുമ്പോഴും ജനാധിപത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വിശുദ്ധമാണ്. ഇഖാമത്തുദ്ദീൻ, മതരാഷ്ട്രവാദമല്ല, അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി ലക്ഷ്യം പോലെ പവിത്രമാകണമെന്ന് പഠിപ്പിച്ച ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ദർശനമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെങ്കൊടി പാറിപ്പറന്നത് 10 കോടി ജനവിഭാഗത്തിൻ്റെ തലയോട്ടിക്ക് മുകളിലാണ് എന്ന കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. നിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല. 1950 വരെ ഈ രാജ്യത്ത് സായുധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്, ആഹ്വാനം ചെയ്ത ആളുകളാണ് നിങ്ങളെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോയോ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ് നിങ്ങളെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോയോ? ആ സ്വഭാവം നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതിന് ശേഷവും തങ്ങളുടെ പ്രതിയോഗികളോട് നിങ്ങൾ ആ സ്വഭാവം പ്രകടിപ്പിക്കാതെ പോന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കേരളക്കര നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാം. കേരളക്കരയിൽ എത്ര കൊലപാതകങ്ങൾ നടന്നോ? ആശയപരമായി വിയോജിപ്പുള്ളവനോട് ആശയപരമായി പൊരുതുന്ന ജനാധിപത്യപരമായ മര്യാദ എന്നാണ് നിങ്ങൾ കടിയൊടിച്ചു പോയത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയില്ലേ ഫസൽ വധ? നിങ്ങൾക്കറിയില്ലേ ഫസൽ എന്ന് പറയുന്ന പത്രം വിൽപ്പന നടത്തുന്ന സലശ്ശേരിയിലെ ചെറുപ്പക്കാരനെ വധിച്ചതിന് ശേഷം അവൻ്റെ തലയിൽ ചുറ്റിയ ടവൽ RSSകാരൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമാണോ സഹോദരന്മാരെ, ഈ രാജ്യത്ത് സ്വന്തം പ്രവർത്തനത്തിനകത്ത് പ്രവർത്തിച്ച TP ചന്ദ്രശേഖരൻ 58 വെട്ടിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആ കൊലക്കുറ്റം ഒരു സമുദായത്തിൻ്റെ മേൽ ചാരും വിധം ആ വാഹനത്തിന് പുറത്ത് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചതാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഏറ്റവും അവസാനം കേരളം സെൻസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കെല്ലാവർക്കുമാണ്. അവിശേഷിച്ച ഒരു ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടത്തിൻ്റെ പിൻബലത്തിലല്ലേ ഒരുപക്ഷെ എരിതിയിൽ എണ്ണയൊഴിച്ചാൽ ആളിക്കത്താൻ സാധ്യതയുള്ള അങ്ങ് നാദാപുരത്ത് കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ചതാരാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് പാലക്കാട് 2 പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അത്യന്തം വർഗീയമായ പരസ്യം കൊടുത്തതാരാണ്? നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് വളരെ വിനയപുരസ്സരം പറയുന്നു, 10 കോടി ജനങ്ങൾക്ക് മുകളിൽ ചെങ്കൊടി നാട്ടിയവർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ മടി കാണിച്ചവർ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവർ, സ്വന്തം പാർട്ടി സഖാവിന് 58 വെട്ടി കൊലപ്പെടുത്തിയിട്ട് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചവർ, നാദാപുരത്തിന്റെ നെഞ്ചത്ത് കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ചവർ, ഏറ്റവും അവസാനം പാലക്കാട് പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ വിധ്വംസക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ, പാവൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തിരിഞ്ഞിട്ട് തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദി പോലും മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീവ്രവാദി മാനനഷ്ട കേസ് കൊടുക്കും. അങ്ങനെ കുറെ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്, ഓല് മാനനഷ്ട കേസ് കൊടുക്കും. ഇത് ഞങ്ങൾക്ക് പരിചയമില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവാചകന്റെ വഴിയിലേ പ്രവർത്തിക്കൂ, സമാധാനത്തിൻ്റെ വഴിയിലേ പ്രവർത്തിക്കൂ, ജനാധിപത്യപരമായ പ്രവർത്തിക്കൂ. അതിൻ്റെ പേരിൽ എന്ത് പഴി കേട്ടാലും അങ്ങനെ പ്രവർത്തിക്കൂ. കാരണം ഖുർആനാണ് അതിൻ്റെ അടിസ്ഥാനം, പ്രവാചകചര്യയാണ് അതിൻ്റെ അടിസ്ഥാനം. അത് വഴിയേ അത് സഞ്ചരിച്ചിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിൻ്റെ ആദർശം. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് അതിൻ്റെ മാതൃക. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ജ്വലിക്കുന്ന വിളക്കുമാടമായി പ്രവാചകൻ അനുധാവനം ചെയ്യുന്ന പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ചട്ടക്കൂടിനകത്തല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയിൽ എന്തുണ്ടെങ്കിലും സമുദായത്തിനും സമൂഹത്തിനും തിരുത്താം. അതിനകത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയുള്ളൂ. അതിൽപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ആചാരമല്ല, ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമിക കേവല അനുഷ്ഠാനമല്ല, ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമിക കേവലം ആരാധനയല്ല. ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമിക് വേ ഓഫ് ലൈഫ്, ഒരു ജീവിത മാർഗമാണ്, ജീവിത വഴിയാണ്, ജീവിത രീതിയാണ്. അതുകൊണ്ട് ഇസ്ലാം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ഉള്ളടക്കമുള്ള ദർശനമായിട്ടാണ് ഇസ്ലാമിനെ ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്. അതിൽ കുടുംബമുണ്ട്, അതിൽ വ്യക്തിയുണ്ട്, അതിൽ കുടുംബമുണ്ട്, അതിൽ സമൂഹമുണ്ട്, അതിൽ പരിസ്ഥിതിയുണ്ട്, അതിൽ മനുഷ്യനുണ്ട്, അതിൽ മനുഷ്യാവകാശമുണ്ട്.
അതിൻ്റെ മർമ്മം നീതിയാണ്, അതിൻ്റെ മർമ്മം നീതിയാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹി വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇയകും അനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഗ്ദിലു വഇൻ തൽവു ഔ തുഅരിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നിന്റെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ നീതിയോടൊപ്പം നിലകൊള്ളണം. നിന്റെ ഉറ്റവർ നിനക്കെതിരാണെങ്കിലും നിന്റെ അടുത്തവർക്കെതിരാണെങ്കിലും നീതിയോടൊപ്പം നിലകൊള്ളണം. അതുപോലെ തന്നെ ഒരിക്കലും നിന്റെ ദേഹേച്ഛയെ പിൻപറ്റാൻ ബാപ്പ നീതിയുടെ പുറത്താണെങ്കിൽ നീതിയുടെ കൂടെ നിലകൊള്ളണം എന്ന് പഠിപ്പിച്ച ദർശനാണ് ഇസ്ലാം. ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നീതികേട് ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ, നീതിയിൽ ചേടുക ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പരിശോധിച്ചോ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംവിധാനങ്ങൾ പരിശോധിച്ചോ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംരംഭങ്ങൾ പരിശോധിച്ചോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ നിങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കോ. ഹൽക്കാമീർ എന്ന അർത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ്. നീതി ഖുർആൻ, നീതി വിശുദ്ധ ഖുർആൻ പറയുന്നത് കുനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. നീതിയുടെ പര്യായമായി അള്ളാഹുവിനെയും ദൈവത്തെയും ദൈവത്തിൻ്റെ പര്യായമായി നീതിയെയും പഠിപ്പിച്ച ഒരു ദർശനം മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ ദർശനത്തിലാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, നീതിയാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന്. ആശയ സ്വാതന്ത്ര്യം നൽകുന്ന ദർശനമാണ്. ഒരു രാഷ്ട്രത്തിന് മേൽ ഒരു മതരാഷ്ട്രം അതാണല്ലോ. ഒരു രാഷ്ട്രത്തിന് മേൽ ഒന്ന് കെട്ടിവെക്കുന്നത് പോയിട്ട് ഒരു വ്യക്തിക്ക് മേൽ പോലും ആശയപരമായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനാണ് ഇസ്ലാം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് ഞാനിത് തന്നിരിക്കുന്നു, തള്ളാൻ നിങ്ങൾക്ക് കൊള്ളാം. അള്ളാഹ് സ്വാതന്ത്ര്യം കൊടുത്താണ് മനുഷ്യർക്ക്. ഇവിടെ മതമുള്ളവനുണ്ടാകാം, ഇതോടെ മതമില്ലാത്തവനുണ്ടാകാം, എല്ലാം ഇവിടെ ഉണ്ടാകാം. അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് ഖുർആനും വകവെച്ച് നൽകുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സത്യം അസത്യത്തിൽ നിന്ന് വ്യക്തമായിരിക്കെ നിങ്ങൾ സത്യം ഒരാളെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. വ്യക്തിക്ക് മേൽ ആശയപരമായി അടിച്ചേൽപ്പിക്കരുത് എന്ന് വ്യക്തിയോട് പഠിപ്പിച്ച ഒരു ദർശനം ഒരു രാജ്യത്തിന് മേൽ എന്ത് ദർശനം കെട്ടിവെക്കാനാ? ആളുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഈ ബഹുസ്വര സമൂഹത്തിനകത്ത് ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. രാഷ്ട്രസ്ഥാപനത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിനെ മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ഇസ്ലാം സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, പാരിസ്ഥിതിക, മനുഷ്യാവകാശ ഉള്ളടക്കമുള്ള ഒരു ദർശനമാണ്. ഞാൻ പറയുന്നത് അവസാനിപ്പിക്കേണ്ട പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലിബറലിസം ഇവിടെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, ഉദാര ലൈംഗികത കെട്ടടിച്ചുവിടാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ തിയറി പഠിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, നവനാസ്തികത കൊടികുത്തി വാഴുന്ന നമ്മുടെ നാട്ടിൽ, മതനിരാസം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, അതുപോലെ തന്നെ ഇസ്ലാമിനെയും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യപരമായി, നിയമാനുസൃതമായി, സമാധാനപരമായി ആശയപ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കണം, ഇനിയും പഠിക്കണം. വിമർശനം നല്ലതാണ്. വിമർശിക്കുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള കൗതുകം കൂടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്നത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പറഞ്ഞതെല്ലാം ഏതെങ്കിലും ഒരു സംഘത്തിനെതിരല്ല. ഞാൻ പറഞ്ഞു, CPIM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ത്യ അലയൻസും ഒരുമിച്ച് നിന്ന ഈ കാലഘട്ടത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന വംശീയ ഭീകരത കരുതി വരുത്തേണ്ടുന്ന ഒരു കാലത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.